അല്ലാഹുവിന്റെ ഔലിയാക്കൾ, അലാ ഇന്ന ഔലിയാ അല്ലാഹി, അല്ലാഹുവിന്റെ ഔലിയാക്കൾക്ക് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതുമായ ഒന്നിനെക്കുറിച്ചും അവർക്ക് ഭയപ്പെടാനില്ല. ഭയപ്പാടില്ലാത്ത ഒരു ജീവിതം അവരുടെ മരണശേഷം പ്രത്യേകമായും അവർക്ക് ലഭിക്കുന്നു. അവർ മരിക്കുന്ന സമയമാകുമ്പോൾ റഹ്മത്തിന്റെ മാലാഖമാർ അവരിലേക്ക് ഇറങ്ങി വരുന്നു. അല്ലാ തഖാഫു വലാ തഹ്സനു, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, നിങ്ങൾ മുഷിപ്പാകേണ്ടതില്ല. നിങ്ങളുടെ ബാക്കി വരുന്നവരെ കുറിച്ച് നിങ്ങൾക്കൊട്ടും ഭയം വേണ്ട. നിങ്ങൾക്ക് ശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് ഒന്നും മുഷിപ്പ് വേണ്ട. വഅബ്ശിറൂ ബിൽ ജന്ന, നിങ്ങൾ സ്വർഗം കൊണ്ട് സന്തോഷിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് റഹ്മത്തിന്റെ മാലാഖമാർ അവരെ സമാശ്വസിപ്പിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആ ഒരു തലത്തിലേക്ക് അവരുടെ ജീവിതം അല്ലാഹുവും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും കാണിച്ച വഴിയിൽ ക്രമീകരിച്ചു എന്നതാണ് അതിൻ്റെ കാരണം. നമ്മളുമൊക്കെ ആ വഴി പഠിക്കുകയും കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ കൊണ്ടുവരികയും ചെയ്യുകയാണ് നമുക്ക് അവരോട് ചെയ്യാനുള്ള ഏറ്റവും വലിയ കടമയും കടപ്പാടും. സഹോദരങ്ങളെ, സ്വാലിഹീങ്ങൾ അവരുടെ ജീവിതാന്ത്യത്തിൽ, അവരുടെ വഫാത്തിന് ശേഷം അവർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരുപാടുണ്ട്, കണക്കല്ലാത്ത സഹായങ്ങൾ. ഭൗതികമായ ലോകത്ത് അവർ ജീവിക്കുമ്പോൾ അവർക്കുണ്ടായിരുന്നതിനേക്കാളേറെ കഴിവുകൾ അല്ലാഹു തആല അവർക്ക് വഫാത്തിന് ശേഷം നൽകുകയാണ്. അവർക്ക് നമ്മെ സഹായിക്കാൻ കഴിയുന്നു. നമ്മൾ വിളിക്കുമ്പോൾ, നമ്മൾ സങ്കടങ്ങൾ പറയുമ്പോൾ അതിന് പരിഹാരങ്ങൾ കാണാൻ അവർക്ക് കഴിയുന്നു. നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുന്ന് വഫാത്തായതിനു ശേഷം അവിടുത്തെ കിതാബിനെ പരിഹസിച്ചുകൊണ്ട് ഒരാൾ സംസാരിച്ചു. അവിടുത്തെ കിതാബ് അവിടുത്തെ പരിഹസിക്കുന്ന വിധത്തിൽ സംസാരിച്ചു. അവിടുത്തെ വെറുക്കുന്ന, അവിടുത്തെ ആക്ഷേപിക്കുന്ന കിതാബുകൾ, ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്തു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹുവിനെ കുറ്റപ്പെടുത്തുന്ന കിതാബ് വായിച്ചതിനാൽ ആ മനുഷ്യന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. അയാൾ വലിയ സങ്കടത്തിലായി. മഹാനായ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹുവിനോട് അയാൾ സങ്കടം പറഞ്ഞു. അതോടെ അയാളുടെ കാഴ്ച തിരിച്ചു കിട്ടി. ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി നബ്ബിർ ഇലാഹ സമ ഖൽബൽ ഇലാഹി ഖൽബൽ ഗരീബി കമാ നബ്ബർത ഖൽബ ഇമാമിൻ നാസി ഗസ്സാലി യാ റബ്ബി അഅതി ലനാ ഇൽമൻ വഫഹ്മൻ കമാ അഅതൈത ഖൽബ ഇമാമിൻ നാസി ഗസ്സാലി. നമ്മൾ ദർസ് തുടങ്ങുമ്പോൾ അങ്ങനെയുള്ള സന്ദർഭത്തിലൊക്കെ ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹുവിനെ അനുസ്മരിച്ചുകൊണ്ട് നമ്മൾ പാടാറുണ്ട്. ബഹുമാനപ്പെട്ട ഗസ്സാലി ഇമാം റളിയല്ലാഹു അൻഹു വലിയ മഹാനായിരുന്നു. അവിടുത്തെ കുറ്റം പറയുന്ന കിതാബ് വായിച്ചതിൻ്റെ പേരിൽ കാഴ്ച നഷ്ടപ്പെട്ടു പോയി. അയാൾ സങ്കടപ്പെട്ട് മഹാനായ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹുവിനെ മുൻനിർത്തി അള്ളാഹുവിനോട് ദുആ ചെയ്തു. ഇനി ഒരിക്കലും അത്തരം ഒരു ഗ്രന്ഥം ഞാൻ വായിക്കില്ലെന്ന് ശപഥം ചെയ്തു. അതോടെ അദ്ദേഹത്തിന്റെ കാഴ്ച തിരിച്ചു കിട്ടി. നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു വഫാത്തായതിനു ശേഷം അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കിതാബാകുന്ന ഇഹ്യാഉൽ ഉലൂമുദ്ദീൻ, ആ കിതാബിനെ കുറിച്ച് ബഹുമാനപ്പെട്ട യാഫഈ റളിയല്ലാഹു അൻഹു പറയുകയാണ്. അബുൽ ഹസൻ എന്ന് പറയുന്ന ഒരാൾ ഇഹ്യാ എന്ന് പറയുന്ന മഹാനായ ഗസ്സാലി ഇമാമിന്റെ സുപ്രസിദ്ധമായ കിതാബ് വായിക്കുകയും അയാള് ഗവേഷണം നടത്തി
അതിൽ ഗവേഷണം നടത്തിയപ്പോൾ അയാൾക്ക് മനസ്സിലായത് ഇത് വിശുദ്ധമായ ഖുർആനിനും സുന്നത്തിനും എതിരാണ് എന്നായിരുന്നു. ആ കിതാബ് വായിച്ച് ഗവേഷണം നടത്തി അങ്ങനെ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം വിധി പറഞ്ഞു, ഇവിടെ നമുക്ക് ലഭ്യമായ കിതാബുകളെല്ലാം ഇഹ്യാ ഉൽ ഉലൂമുദ്ദീനിന്റെ കോപ്പികളെല്ലാം നശിപ്പിച്ചു കളയണം, കരിച്ചു കളയണം എന്ന് അദ്ദേഹം വിധി പ്രഖ്യാപിച്ചു. വെള്ളിയാഴ്ച അത് കരിച്ചു കളയണം എന്ന് തീരുമാനം പ്രഖ്യാപിച്ചു. തലേ ദിവസം വ്യാഴാഴ്ച ആ മനുഷ്യൻ പള്ളിയിലേക്ക് കടന്നു വരുന്നു. രാത്രി സമയം, വ്യാഴാഴ്ച രാത്രി പള്ളിയിലേക്ക് കടന്നു വരുമ്പോൾ കടന്നു വരുന്ന കവാടത്തിൽ ഒരു പ്രകാശം കാണുന്നു. ആ പ്രകാശത്തിൽ മഹാനവർകൾ ആ മനുഷ്യൻ കാണുന്നത് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. കൂടെ അബീ ബക്കർ വ ഉമർ റളിയല്ലാഹു അൻഹുമാ ജുലൂസുൻ, സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവും അവിടെ ഇരിക്കുന്നുണ്ട്. തൊട്ടടുത്ത് വൽ ഇമാം അബൂ ഹാമിദ് അൽ ഗസ്സാലി ഖായിമുൻ വബിയദിഹി കിതാബുൽ ഇഹ്യാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെയും ഉമറുൽ ഫാറൂഖ് തങ്ങളുടെയും അരികിൽ ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു തന്റെ ബഹുമാനപ്പെട്ട ഇഹ്യാ ഉൽ ഉലൂമുദ്ദീൻ എന്ന് പറയുന്ന മുശറഫത്തായ കിതാബ് കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അപ്പോഴാണ് ഈ മനുഷ്യൻ അബുൽ ഹസൻ എന്ന് പറയുന്ന ഈ മനുഷ്യൻ അങ്ങോട്ട് കടന്നു വരുന്നത്. അതുകൊണ്ട് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ് ഹാദാ ഖസ്മി, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ ശത്രുവാണ് ഈ മനുഷ്യൻ. എന്റെ കിതാബിനെ കുറ്റപ്പെടുത്തി കളയുകയും നാളെ കരിച്ചു കളയാൻ തീരുമാനിക്കുകയും ചെയ്ത, വിധി പ്രസ്താവിക്കുകയും ചെയ്ത മനുഷ്യനാണ് ഇയാൾ എന്ന് പറഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ മുട്ടുകുത്തിയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് ചേർന്നിരുന്നു. അതോടെ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ നിന്നും കിതാബുൽ ഇഹ്യാ വാങ്ങി. ഗസ്സാലി ഇമാം തങ്ങൾ പറഞ്ഞു, യാ റസൂലല്ലാഹ് ഉൻദുർ ഫീഹി, അല്ലാഹുവിന്റെ റസൂലേ, ഈ കിതാബ് തങ്ങൾ പരിശോധിക്കൂ, തങ്ങൾ വായിച്ചു നോക്കൂ. ഫൈൻ കാന ബിദ്അത്തുൻ മുഖാലിഫത്തുൻ ലിസുന്നതിക, അല്ലാഹുവിന്റെ റസൂലേ, തങ്ങളുടെ സുന്നത്തിന് വിരുദ്ധമായി വല്ല ബിദ്അത്തുകളും അതിലുണ്ടെങ്കിൽ തുബ്തു ഇലല്ലാഹി തആല, ഞാൻ അല്ലാഹുവിലേക്ക് തൗബ ചെയ്യാം. അല്ല, ഇയാള് പറയുന്നത് പോലെ അല്ലെങ്കിൽ, തങ്ങൾ ഇഷ്ടപ്പെടുന്നതേ ഈ കിതാബിലുള്ളൂ എങ്കിൽ എന്റെ ശത്രുവായി ഇദ്ദേഹത്തിനെതിരിൽ നടപടി ഉണ്ടാകണം എന്ന് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുന്നിൽ പരാതി പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കിതാബ് ഇങ്ങനെ വായിച്ചു നോക്കി, വറഖത്തൻ ഇലാ ആഖിരിഹി, അതിന്റെ ഓരോ പേജും മറിച്ചു നോക്കി. സുമ്മ ഖാല വല്ലാഹി ഇന്ന ഹാദാ ഷൈഉൻ ഹസനുൻ, ഇതിലൊരു കുഴപ്പവുമില്ലല്ലോ, ഈ കിതാബ് സുന്ദരമാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ അഭിനന്ദിക്കുന്നു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉടനെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആ കിതാബ് വാങ്ങുന്നു. അതിനുശേഷം മഹാനവർകൾ അത് പരിശോധിക്കുന്നു. അവരും പറയുന്നു, വല്ലദീ ബഅസക ബിൽ ഹഖ് യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നഹു ലഹസനുൻ, ഈ കിതാബ് നല്ല കിതാബാണല്ലോ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വാങ്ങുന്നു, വായിക്കുന്നു, അഭിപ്രായം പറയുന്നു. അങ്ങനെ അബുൽ ഹസൻ എന്ന് പറയുന്ന ആ മനുഷ്യനെ അടിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെടുന്നു. സത്യവിരുദ്ധമായ പ്രസ്താവന ഇറക്കിയതിന്റെ പേരിൽ
ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹുവിന്റെ കിതാബിന് എതിരിൽ സംസാരിച്ചതിന്റെ പേരിൽ അവരെ ശിക്ഷിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശം നൽകുന്നു. അദ്ദേഹത്തിനെ ശിക്ഷ നടപ്പിലാക്കുന്നു. ഈ അബുൽ ഹസൻ എന്ന് പറയുന്ന മനുഷ്യൻ ഇഹ്യാ കിതാബ് നശിപ്പിക്കാൻ തീരുമാനിച്ച വെള്ളിയാഴ്ചയുടെ തലേ ദിവസം കാണുന്ന സ്വപ്നമാണിത്. മഹാനവർകൾ ഈ സ്വപ്നത്തിൽ കാണുന്നത് അയാളെ അടിക്കുന്നു. കുറെ കഴിഞ്ഞപ്പോൾ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ മാപ്പ് കൊടുക്കൂ, അദ്ദേഹത്തിന് പുറത്തു കൊടുക്കൂ, വിട്ടുകൊടുക്കൂ നബി. അദ്ദേഹത്തിന്റെ ഗവേഷണത്തിൽ തെറ്റുപറ്റിയതിന്റെ പേരിലല്ലേ ഇങ്ങനെ അദ്ദേഹം ആ കിതാബിനെതിരിൽ സംസാരിച്ചത്. അദ്ദേഹത്തിന് മാപ്പ് കൊടുക്കൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ അടി അവസാനിപ്പിക്കുന്നു. പിന്നെന്ത് സംഭവിച്ചു? അദ്ദേഹം സ്വപ്നത്തിൽ നിന്നുണർന്നു. നേരം പുലരുമ്പോൾ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ അടി കിട്ടിയ വേദനയുണ്ട്. 1 മാസത്തോളം ആ വേദന നിലനിൽക്കുന്നു അദ്ദേഹത്തിന്റെ ശരീരത്തിൽ. ഇങ്ങനെയൊക്കെയാണ് സ്വാലിഹീങ്ങളുടെ ലോകം. അവരുടെ ആത്മീയമായ ലോകം മരണത്തോടെ എല്ലാം അവസാനിക്കുകയല്ല ചെയ്യുന്നത്. മഹത്തുക്കൾക്ക് നമ്മൾ കേട്ടില്ലേ അള്ളാഹുവിന്റെ ശുഹദാക്കളെ കുറിച്ച്, സവാഅം മഹ്യാഹും വമമാതുഹും, അവരുടെ ജീവിതവും മരണവും സമമാണെന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചത്. അതുകൊണ്ട് സ്വാലിഹീങ്ങളെ നമ്മൾ അടുത്തറിയണം, അവരെക്കുറിച്ച് നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ അവരുടെ ജീവിതത്തിന്റെ വഴികൾ നാം പിന്തുടരാൻ വേണ്ടി ശ്രദ്ധിക്കണം. അല്ലാഹു ജല്ല ജലാലുഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.